ओ सजनी रे कैसे कटे दिन रात कैसे हो तुझसे बात. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഈദ് വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ തലേദിവസം തന്നെ പോയിട്ട് മെഹന്തിയൊക്കെ ഇട്ടു. കസിനാണ് മെഹന്തി ഇട്ടുന്നത്. ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. ഇതാണ് എൻ്റെ ഈദ് ഔട്ട്ഫിറ്റ്. ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് ഫുള്ളായിട്ട് കാണിക്കുന്നതായിരിക്കും. നല്ല സ്പെഷ്യൽ പുട്ട്, മട്ടൻ, പഴംപൊരിയൊക്കെ കഴിച്ച് മേളാമ അവരെല്ലാവരും വന്ന് വിളിക്കാൻ തറവാട്ട്. ഞങ്ങൾ വരുന്നാൾ എപ്പോഴും തറവാട്ടിലാണ്. അപ്പോൾ എല്ലാവരും ഒത്തുകൂടെ തറവാട്ടിലാണ്. അപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, തറവാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എളാമ പറയുന്നത് പപ്പാൻ്റെ അനിയൻ്റെ വൈഫാണ്. അപ്പോൾ പാപ്പയാണ് വണ്ടി ഓടിക്കണത്. അപ്പോൾ ഞങ്ങൾ തറവാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉമ്മ ഉണ്ട് അടുത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ തറവാട്ടിലെത്തി. എല്ലാവരും പുറത്തൊക്കെ ഉണ്ട്. ഇനിയും ആൾക്കാർ വരാണ്ട് കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്തൊക്കെ എല്ലാവരും വന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പോൾ ഞങ്ങളവിടെ എത്തി. പിന്നെ കുറേ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങി. വെയിലെന്ന് പറഞ്ഞാൽ ലക്കിൻ്റെ വെയിലായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൊടൊക്കെ എടുത്ത് ഫോട്ടോഷൂട്ട് മെയിനാണല്ലോ. അതിനാണ് ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് കൊടുക്കുന്നതാണ്. അവിടെ രണ്ടും മൈക്രാഫ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗെയിം കളി എന്ന് പറഞ്ഞാൽ ഗെയിമിൻ്റെ പ്രാന്തന്മാരാണ് ഇരിക്കുന്നത്. ഒരു മിനിറ്റ് പോലും ഒഴിവാക്കില്ല. അപ്പോൾ എല്ലാവരും ബിരിയാണിയും കാര്യങ്ങളൊക്കെ സെറ്റായി. ബീഫ് ബിരിയാണിയും സെപ്പറേറ്റ്, ചിക്കൻ ബിരിയാണിയും രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം ഓർഡർ ചെയ്തത്. അപ്പോൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ വെക്കാനുള്ള സമയമായി. ഇപ്രാവശ്യത്തെ പെരുന്നാൾ മൂത്താപ്പയും അവരൊക്കെ ഇപ്പോൾ ഗൾഫിക്ക് അടുത്ത് പോയിട്ടുള്ളൂ. അതുകൊണ്ട് മൂത്താപ്പ അവരൊന്നും ഉണ്ടായിരുന്നു. അപ്പോൾ പപ്പാൻ്റെ ഒരു ഏട്ടനും അനിയനും അവരൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഗൾഫിൽ പോയി. ഇപ്പോൾ അടുത്ത് ചെറിയ പെരുന്നാളിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ശോകം. മൊത്തം പിന്നെ ഫേസ് അടിക്കാണ്ട് അങ്ങനെ പോയി. എന്താണ് പെരുന്നാളെ പറ്റി പറയാനുള്ളത്? വളരെ നല്ലൊരു ബിരിയാണി എപ്പോഴാണോ ബിരിയാണി ആവാനിട്ടാണോ ആയിരിക്കും. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള ടേബിൾ സെറ്റാക്കാൻ തുടങ്ങി. അങ്ങനെ ഫുഡ് കഴിക്കാൻ നിൽക്കുന്ന പോവാണ്. ഫുഡൊക്കെ മന്നമ്മല്ല ബിസിയിലാണ്, ഫോണിലാണ്. മന്നമ്മ പറയുന്നത് പപ്പാൻ്റെ ഉമ്മ, ഞങ്ങളെ സ്വന്തം മന്നമ്മ. അപ്പോൾ ഇതൊക്കെ പിന്നെ എല്ലാം ചെയ്യും. അപ്പോൾ പ്ലേറ്റൊക്കെ വെക്കാൻ തുടങ്ങി. പിന്നെ പായസം, സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീമുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റാക്കുമ്പോൾ ഇവിടെ ബീഫ് ബിരിയാണി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. വിളമ്പി പപ്പയും മാപ്പയും എല്ലാവരും ഇരുന്നു, ഞങ്ങളും ഇരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് ഒരു രക്ഷയില്ല, സെറ്റായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. ക്ഷീണിതയായി എല്ലാവരും. അപ്പം ഞങ്ങളെല്ലാവരും പാടെ കുറച്ച് പുറത്തൊക്കെ പോയിട്ട് കറങ്ങിയിട്ട് വരാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കസിൻസ് കുട്ടികളും ഞങ്ങളെല്ലാവരും പഞ്ചാനിയുടെ മക്കളും ഞാനും എല്ലാവരും പാടെ ഒന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്യാൻ നേരെ ആപ്പാൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പപ്പാൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് കുറച്ച് കറങ്ങാനും പോയി. ബാക്കിലിരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. കാരണം വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അയക്കളിതാ പോയോണ്ടിരിക്കുകയാണ്. എത്താനായി. അപ്പം ഞങ്ങൾ പോകുന്ന ഓരോ മൊമെൻറ്റ്സും ഞങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ടും ഓരോ ചിരിയും കളിയും തമാശയും ഫണ്ണും ഒരു ക്ഷീണിച്ചൊരു ആവശ്യമായി. ഞങ്ങളവിടെ എത്തി. പിന്നെ അവിടെ കയറി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ കുറേ കഴിഞ്ഞാൽ കുറേ നേരം അവിടെ സ്പെൻഡാക്കി. പിന്നെ നേരെ ഞങ്ങൾ തിരിച്ച് തറവാട്ടിലേക്ക് പോവുകയാണ്. തീരെ മഴയും കാര്യങ്ങളൊന്നും ഇന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇന്നലെ വരെയൊക്കെ മഴ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പം ഞങ്ങൾ ഓരോന്നും പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിട്ടും കലയാക്കിയിട്ടും ഓരോന്ന് പറഞ്ഞിട്ട് ഇതൊന്നും അല്ലായിരുന്നു. ഇഷ്ടം പോലെ ആൾക്കാർ കമ്മിയുണ്ട്. കാരണം പറഞ്ഞില്ലേ ഗൾഫിൽ പോയിക്കാണ്. പിന്നെ കുറച്ച് ആൾക്കാർക്ക് വരാൻ പറ്റിയില്ല. എൻ്റെ സ്വന്തം കാക്കയും ഗൾഫിലാണ്. മൂത്താപ്പാൻ്റെ മക്കൾക്കൊന്നും വരാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു കുറവുണ്ട്. അതൊന്നും അല്ല, ഇതിലപ്പുറമാണ് നിങ്ങളംഗം. അപ്പോൾ അവരൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത പെരുന്നാള് മലയാളമാണ് പറയാനുള്ളത്. അപ്പോൾ ഈ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞങ്ങളെല്ലാം കറങ്ങിയൊക്കെ അടിച്ചു വന്ന് നേരെ തറവാട്ടിലെത്തി. അപ്പോൾ ഒരു ചെറിയ വ്ലോഗായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.